ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പഠിച്ചു. ആ ബുദ്ധിമുട്ടൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ആ സ്വരാക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു. കൂട്ടുകാർക്കൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്വരാക്ഷരം ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ആ ബുദ്ധിമുട്ടൊന്ന് മാറ്റാം. ഓക്കെ, ആ സ്വരാക്ഷരം നമ്മൾ എങ്ങനെ എഴുതി? ആദ്യത്തെ സ്വരാക്ഷരം അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്? ആന്നുള്ള സ്വരാക്ഷരം. നമ്മൾ എങ്ങനെ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് എഴുതി? കൂട്ടുകാരൊക്കെ പഠിച്ചല്ലോ. അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു. രണ്ടാമത് അതുപോലെ എഴുതി 3 എഴുതി. പിന്നീട് 3 എഴുതി അത് പുറത്തോട്ട് എഴുതി. പിന്നീട് അതുപോലെ തന്നെ എടുത്ത് എഴുതി താഴത്തോട്ട് വരച്ചു. പിന്നീട് എന്തോ ചെയ്തു? അതുപോലെ തന്നെ എഴുതി റ അല്ലേ. പിന്നീട് എന്തോ ചെയ്തു? അതുപോലെ തന്നെ എടുത്തെഴുതി ഇങ്ങനെ എഴുതി. പിന്നീട് എന്ത് ചെയ്തു? സർക്കിൾ ഇട്ടു. ഇതെന്തായി? ആ അല്ലേ. ഇന്ന് ഏതാ നമ്മൾ പഠിക്കുന്നത്? ആക്കെന്താ പ്രത്യേകത? ഇവിടുന്ന് ഒന്ന് നീട്ടി വരക്കാം, ആനയുടെ തുമ്പിക്കൈ പോലെ അല്ലേ. ഓക്കെ, അത് നമുക്ക് നോക്കാം. എഴുതി എളുപ്പല്ലേ. അപ്പൊ എന്ത് കൊടുക്കാം? നമുക്കൊരു നീട്ടിയൊരു വര കൊടുത്താൽ മതിയല്ലേ, ആനയുടെ തുമ്പിക്കൈ പോലെ. നമുക്കൊന്ന് എഴുതി നോക്കാം. കൂട്ടുകാർ ബുക്ക് എടുത്തിട്ട് ഞാൻ എഴുതുമ്പോ അതുപോലെ തന്നെ ഒന്ന് എഴുതിയാട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഓക്കെ, ഇവിടുന്ന് 3 എഴുതുക. അത് വീണ്ടും എടുത്തെഴുതി മുകളിലോട്ട് എഴുതാം. അതെന്ത് ചെയ്യാ? അതുപോലെ തന്നെ എഴുതി താഴത്തോട്ട് വരക്കുക. മൂന്നാമത് എന്ത് ചെയ്യുക? അടുത്തത് അതുപോലെ തന്നെ എഴുതി അതിനോട് ചേർന്നൊരു റ. പിന്നീട് എന്തോ ചെയ്തു? അതുപോലെ തന്നെ എഴുതി റായിനെന്തോ കൊടുത്തു? അകത്തോട്ടൊരു ചുറ്റെഴുതി അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കിൾ കൊടുത്തു. ഇതെന്തായി? ആന്നായി. നമുക്ക് അതുപോലെ തന്നെ എടുത്തെഴുതാം. ഓക്കെ, കാണുന്നുണ്ടോ? എന്നിട്ട് എന്തോ ചെയ്യണം? എഴുതാം നമ്മള്. പുറത്തോട്ടൊന്ന് നീട്ടണം. അപ്പൊ ഇത് ഇവിടുന്ന് ചുറ്റി വരച്ചത് ഒന്ന് നീട്ടി കൊടുക്കാം. ആനയുടെ തുമ്പിക്കൈ പോലെ. ഓക്കെ, അപ്പൊ എന്തായി? സ്വരാക്ഷരം ആനായി. എളുപ്പത്തിൽ പഠിച്ചുവല്ലോ. ഒന്ന് എഴുതി നോക്കിയേ. ഇങ്ങനെ വന്ന് ഇവിടുന്ന് 3 എഴുതി അതുപോലെ എഴുതി മുകളിലോട്ട് എഴുതാം. വീണ്ടും എന്ത് ചെയ്യാം? അതുപോലെ എഴുതി താഴത്തോട്ട് എഴുതുക. ക്ലിയർ അല്ലേ? അത് വീണ്ടും അതുപോലെ എഴുതി ഒരു റാ എഴുതുക. പിന്നീട് എന്തോ ചെയ്യണം? കാണുന്നുണ്ടോ? താഴെ എഴുതുമ്പോ അവിടുന്ന് വീണ്ടും റാ എഴുതി അകത്തോട്ട് എഴുതുക. ഇതിപ്പോ സ്വരാക്ഷരം നമുക്ക് എന്തോ വേണം? ആന്ന് വേണം. സ്വരാക്ഷരം അങ്ങ് എടുത്ത് എഴുതി എന്തോ ചെയ്യണം? സർക്കിളിനോട് ചേർന്ന് ഒരു നീട്ടി വരക്കുക. എന്തോ ആയി? ആന്നായി. ക്ലിയർ ആയല്ലോ ഡൗട്ട്? ഇപ്പൊ എഴുതാൻ എളുപ്പമായില്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓരോ സ്റ്റെപ്പിലൂടെ. ഇന്നത്തെ ക്ലാസ്സിൽ ആന്ന് പഠിച്ചു. മനസ്സിലായോ? വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാ. ബുദ്ധിമുട്ടൊക്കെ മാറും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതുപോലെ കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. താങ്ക് യു.